മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ശമ്പളമെല്ലാം വാങ്ങി കരുണയുടെ അടുത്തേക്ക് വന്നിട്ട് കരുണയോട് പറയുന്നുണ്ട്, ശമ്പളം കിട്ടി കരുണ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കരുണ കലിതുള്ളി ഉണ്ണിയുടെ നേർക്ക് ചാടുന്നുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, അവളുടെ പിച്ചക്കാശും വാങ്ങി എന്നെ പുറത്തു കൊണ്ടുപോയി സന്തോഷിപ്പിക്കാനായിട്ട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണി ആകെ വല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നമ്മൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്, അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും കരുണേ. അവർക്കൊരു കുഞ്ഞുണ്ടാവാത്തതിൻ്റെ പേരിൽ നമ്മൾ അവരെ ഒരുപാട് കളിയാക്കുന്നില്ല, അതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിനെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും നമ്മുടെ മടിയിലിരുത്തി താരാട്ടുന്നതെല്ലാം കാട്ടി നമുക്ക് വീണ്ടും അവരെ കളിയാക്കി കൂടെ കരുണേ. ഇതെല്ലാം കണ്ട് അവർക്ക് നമ്മളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അങ്ങനെയെങ്കിലും നമുക്ക് അവരെ മുന്നിൽ ജയിച്ചുകൂടെ എന്നെല്ലാം ഉണ്ണി കരുണയോടായിട്ട് പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് കുഞ്ഞുണ്ടാവാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്, ആ വഴിയെല്ലാം അവർ സ്വീകരിച്ചാലോ, അതുമല്ലെങ്കിൽ അവർ കുഞ്ഞിനെ ദത്തെടുത്താലോ എന്നെല്ലാം കരുണ പറയാണ്. അവൾക്കാണെങ്കിൽ എൻ്റെ മുന്നിൽ എങ്ങനെ ജയിച്ചു നിൽക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി അവൾ ഏതു മാർഗവും സ്വീകരിക്കുക തന്നെ ചെയ്യുന്നു കരുണ എടുത്തു പറയാണ്. ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും അതൊക്കെ വിട് കരുണ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വീണ്ടും കരുണയ്ക്ക് മുന്നിൽ കെഞ്ചുകയാണ് ഉണ്ണി. ആ സമയം കരുണ പറയുന്നത്, എനിക്കതിന് പറ്റില്ല എന്നല്ല ഉണ്ണിയോടിനോട് ഞാൻ പറഞ്ഞത്, ഭാര്യയെ സന്തോഷിപ്പിക്കുന്നവനാണ് ആണ്, അതിന് കഴിയാത്തവരെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല എന്ന് ഇതെല്ലാം പറഞ്ഞ് കരുണ ഉണ്ണിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് ഉണ്ണി ആകെ ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ മേഘനാഥനാണെങ്കിൽ വാമനോട് വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാഴ്ച കണ്ടു, ആ കണ്ണൻ്റെ ഇരുകാലുകളും ചലിക്കുന്നത് ഞാൻ കണ്ടു എന്നെല്ലാം പറയുമ്പോൾ വാമൻ പറയുന്നത്, അത് നിനക്ക് തോന്നിയതായിരിക്കും. വാമൻ പറയുന്നുണ്ട്, തോമസ് ഡോക്ടർ വരെ പറഞ്ഞതല്ലേ പ്രത്യേകിച്ചൊരു മാറ്റവും കണ്ണനുണ്ടായിട്ടില്ല എന്ന്, പിന്നെ എങ്ങനെ സംഭവിക്കാനാണെന്ന് വാമൻ ചോദിക്കുന്നുണ്ട്. മേഘൻ പറയുന്നുണ്ട്, ഞാൻ കണ്ടത് അച്ഛാ, താക്കോൽ പഴുതിലൂടെ ചെറിയ തോതിൽ ഞാൻ കണ്ടു, ആ സമയം അവിടേക്ക് ആനന്ദവും അതുപോലെ ആ മാർക്കോയും വന്നു, അവരെന്നെ വിരട്ടി വിടുകയാണ് ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്കത് അറിയണം മേഘ, നമുക്ക് വീണ്ടും ഒരു പരീക്ഷണം നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണൻ എണീറ്റ് നടന്നാൽ നമ്മളുടെ എല്ലാവരുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോകുന്നതെന്നും വാമൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് കമലേശ്വരം വീട്ടിലേക്ക് മുത്തശ്ശിയും വരുന്നുണ്ട്. അങ്ങനെ കരുണയും മുത്തശ്ശിയും ദുർഗയും എല്ലാം കൂടെ മോഹിനിയുടെ പിറന്നാൾ ദിവസമായ 18-ാം തീയതിയുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആ സമയം കരുണ പറയുന്നുണ്ട്, ഈ കണ്ണൻ്റെ 2 കാലുകളും ചലിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഉറപ്പാണ്, അങ്ങനെ അമ്മയ്ക്കും തോന്നിയില്ലേ എന്നെല്ലാം ദുർഗയോടായിട്ട് ചോദിക്കുന്നു. ദുർഗയും പറയുന്നു, എനിക്കും ചെറിയ തോതിൽ ഒരു തോന്നലുണ്ടായി എന്നെല്ലാം ദുർഗയും പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇല്ലമ്മേ, അതും ഉടനെ തന്നെ സംഭവിക്കും, ഇപ്പം ഈ ഉണ്ടായ ചലനം വരെ നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുകയാണ് അവർ ചെയ്തത്, അതുകൊണ്ട് അതും ഉടനെ തന്നെ ഉണ്ടാവും, അതിലൊരു സംശയവുമില്ല എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, മോള് സമാധാനമായിട്ടിരിക്കെ, ആ ഒരു ദിവസം എത്തട്ടെ, എന്നിട്ട് അവളെയും അവനെയും നമുക്ക് എന്നേക്കുമായി തളർത്തി കളഞ്ഞേക്കാം എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കരുണ സമാധാനപ്പെടുകയാണ്. പിന്നീട് മേഘനാഥനും വാമദേവനും കൂടി ആ ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. മാർക്കോയും അനന്തവും കണ്ണൻ്റെ മുറിയിലും പരിസരത്തും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ കണ്ണൻ്റെ മുറിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. വാമദേവൻ മേഘനോട് പറയുന്നത്, വളരെ സൂക്ഷിക്കും മോനെ, അപ്പോൾ അച്ഛനൊരു കാഴ്ച കാണണമെങ്കിൽ ഈ താക്കോൽ ദ്വാരത്തിലൂടെ ഒന്ന് നോക്കിക്കേ, അപ്പോൾ അവിടെ കണ്ണൻ കാലുകൾ അനയ്ക്കുന്നു അച്ഛന് കാണാൻ കഴിയുമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നത്, നീ എന്ത് പൊട്ടത്തരമാടാ പറയുന്നത്, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഞാനെങ്ങനെയാടാ അതിലൂടെ നോക്കുന്നതെന്നല്ല മേഘനോടായിട്ട് പറയുന്നുണ്ട്. നീ എന്തായാലും നോക്ക്, എന്നിട്ട് കാലുകൾ അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ ഉറപ്പ് വരുത്താനെല്ലാം വാമൻ മേഘനോടായിട്ട് പറയാണ്. അങ്ങനെ മേഘനാണെങ്കിൽ സൂക്ഷ്മതയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മേഘൻ്റെ പിറകിൽ വന്നൊരു ചവിട്ട് മേഘന് കിട്ടുന്നത്. അത് മറ്റാരുമല്ല, അനന്തവും മാർക്കോയും തന്നെയാണ്. എന്നിട്ട് മേഘനോട് ചോദിക്കുന്നു, നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ എന്ന് ചോദിക്കുന്നു. അച്ഛനും മോനും കൂടി കണ്ണൻ്റെ എന്ത് സുഖവിവരം അറിയാനാണ് വന്നിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, അച്ഛനെ കണ്ണനെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ടുവന്നതാണ്, ഇനി എന്തായാലും നിങ്ങൾ കണ്ണനെ കാണണ്ട എന്നെല്ലാം പറയുകയാണ്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.